ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലൻ മാസ്റ്റർ പ്ലാനുമായിട്ടാണ്. അതായത് 100 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മാറ്റണം. നമുക്ക് പറയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബിവറേജസ് LDC 10th നിലവാരമുള്ള 2 പരീക്ഷകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കമ്പനി ബോർഡ് LGS വേറെയുണ്ട്. ഈ ഒരു 2 പരീക്ഷ നമ്മുടെ ജീവിതം തന്നെ മാറും. നിങ്ങൾക്ക് സാലറി ബേസിൽ ഹൈ ഇൻകം കിട്ടുന്ന ഒന്നാണ് ബിവറേജ് LDC. അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും LDയുടെ ഒക്കെ സ്കെയിലിൽ തന്നെ നിൽക്കുന്ന ഒന്നാണ്. ബിവറേജസിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ബോണസും അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സാലറി നമുക്ക് ഏകദേശം ഒരു എന്താണ് 35+ 43 44 ഒക്കെ കിട്ടുമെങ്കിലും 35+ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു പരീക്ഷ നമ്മൾ വെറുതെ പോയി എന്താണ് എഴുതിയാൽ പഴയതുപോലെ കിട്ടുന്ന ഒന്നല്ല ഇപ്പോഴത്തെ PSC പരീക്ഷ, എല്ലാവർക്കും അറിയാം. കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നു. പുതിയ കുട്ടികൾ, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ താരതമ്യേന 19, 20, 21, 22, 23 ഈ ഒരു റേഞ്ചിലുള്ള അല്ലെങ്കിൽ 25-ൽ താഴെ 18-നും 25-നും ഇടയിലുള്ള കുട്ടികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ പോലും എന്താണ് കയറി ജോലി വാങ്ങിക്കുന്നത്. നമുക്ക് സെക്രട്ടേറിയറ്റ് OA പരീക്ഷ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഭൂരിഭാഗം കുട്ടികളും എന്താണ് 25-ന് താഴെയാണ്, അതായത് 18-നും 25-നും ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കുള്ള ഗുണം എന്ന് പറയുന്നത് അവർക്ക് SCRT ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം പെട്ടെന്ന് പഠിച്ചിറങ്ങി വന്നിട്ട് കുറച്ച് കാലങ്ങളെ ആയുള്ളൂ. ഇത് അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം SCRT അതൊക്കെ കുറച്ച് പാടാണ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ചിലപ്പം ഈ ഒരു ഏരിയയുമായി യാതൊരു ബന്ധവും ഇല്ല. പിന്നീട് നമ്മൾ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കൃത്യതയോടെ പഠിച്ചു പോയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള PSC പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ പുതിയ പിള്ളേർ മാറും, നമ്മൾ എന്ത് ചെയ്യണം, മാറിക്കൊടുക്കേണ്ടി വരും. അങ്ങനെ മാറാൻ നമ്മൾ എന്താണ് ഒരുക്കം അല്ല എന്ന് തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് നമ്മൾ പോരാടണം, അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ആദ്യത്തെ ഒരു കോട്ടാണ്, എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന നിമിഷം ഒരു തുടക്കമാണ് എന്തിൻ്റെ എന്നല്ലേ, അറിവില്ലായ്മയുടെ തുടക്കം. നമ്മൾ ചിലപ്പോൾ പറയും നമുക്കെല്ലാം അറിയാം, എല്ലാം അറിയാമെന്ന് പറയുകയും അങ്ങനെ ധരിക്കുകയും ചെയ്ത് നമ്മൾ പരീക്ഷാ സെൻറ്ററിലേക്ക് പോകും. പരീക്ഷാ സെൻറ്ററിൽ എഴുതി ചോദ്യപേപ്പർ കാണുമ്പോൾ ഇതൊക്കെ അറിയാവുന്നതാണ് എന്ന് എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമ്മൾ പറയും എനിക്ക് ഞാൻ നോക്കി എനിക്കൊരു 60+ മാർക്ക് ഉണ്ട്, 60-ന് മുകളിലുണ്ട്, അല്ലെങ്കിൽ 70+ മാർക്ക് ഉണ്ട്, ഓക്കെ ആണ്, സെറ്റാണെന്നൊക്കെ പറയും. എന്നാൽ എന്താണ് ഡിലീഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു ഫൈനൽ കീ വരുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ ആ ലിസ്റ്റിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ കട്ട് ഓഫ് ഒരു 52 55 മാർക്കൊക്കെ ആവും, എങ്കിൽ നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് തന്നെയാണ്, നമുക്കെല്ലാം അറിയാമെന്ന് നമ്മളങ്ങ് വിചാരിക്കും. പോയി എഴുതിയ പലതും ചിലപ്പോൾ എന്താണ് മാറിപ്പോയിട്ടുണ്ടാവും. ഓപ്ഷൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും നമ്മൾ എഴുതുമ്പോൾ. അങ്ങനെ പല കാര്യങ്ങളും വരും. അപ്പോൾ എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന ആ നിമിഷമാണ് അറിവില്ലായ്മയുടെ തുടക്കം. അറിവില്ല അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് കരുതി നമ്മൾ പഠിക്കാൻ നിന്നാൽ അത് വളരെ എന്താണ് പ്രധാനമാണ്. നമുക്ക് കൃത്യതയോടെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് എല്ലാം അറിയാമെന്ന് കരുതി എന്താണ് ലോകത്തിന്റെ കൊടുമുടി കീഴടക്കാൻ പോയ ആളൊക്കെ ഉണ്ട്. അവരൊക്കെ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതുപോലെ പരാജയപ്പെടാതെ എന്താണ് നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ പഠിച്ചു തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു നല്ല തുടക്കമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിവറേജസിനെ സംബന്ധിച്ചും അതുപോലെ VFA സംബന്ധിച്ചും ഏറ്റവും പ്രധാനം നമുക്ക് സിലബസ് ആണ്. മെയിൻ പരീക്ഷ ക്രാക്ക്, പ്രിലിംസ് പലപ്പോഴും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. മെയിൻസിന്റെ രീതിയിൽ പഠിച്ചു പോയാൽ തന്നെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൻസ് ആണ് ഇവിടെ ഏറ്റവും വലിയ വില്ലനായി മാറുന്നത്. നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നതും നമ്മുടെ ജോലിയിലേക്ക് ഒരു സ്ഥിരത നൽകുന്നതും മെയിൻ പരീക്ഷയാണ്. അതുകൊണ്ട് മെയിൻ്റെ സിലബസ് നമ്മൾ കാച്ചി കുറുക്കി പഠിച്ചു പോയാൽ, എന്തൊക്കെ പഠിക്കണമെന്ന ഹോട്ട് ടോപ്പിക്സ് നമ്മൾ മനസ്സിലാക്കി പോയാൽ വളരെ എളുപ്പമാണ്. സിലബസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 100 മാർക്കിന്റെ സിലബസ് ആണ്. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്. പൊതുവായ GK നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്താൻ വേണ്ടി പറ്റും. അതായത് ഏറ്റവും പ്രധാനമായി നമ്മൾ സ്ഥിരം എല്ലാ പരീക്ഷകൾക്കും പഠിച്ചു പോകുന്ന എത്രയാണ്, ഏകദേശം 25 മാർക്ക്. 25 മാർക്കിനാണ് അവിടെ വരുന്നത്. പിന്നെ സയൻസിന്റെ 3 ഏരിയ 12 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഭൗതികശാസ്ത്രം രസതന്ത്രം 12 മാർക്ക്, 6 12 മാർക്ക്. കലാകായിക സാഹിത്യം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്. പിന്നെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. സുപ്രധാന നിയമങ്ങൾ പണ്ട് നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കുന്ന ഒന്നായിരുന്നു, ഭരണഘടനയിലൊക്കെ ഉൾപ്പെടുത്തി പഠിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് അത് പ്രത്യേകമായി സുപ്രധാന നിയമങ്ങൾ എന്ന രീതിയിൽ തന്നെ പഠിക്കാൻ തുടങ്ങി. പിന്നെയാണ് നിങ്ങൾ ഇവിടെ ഇങ്ങോട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. 50 മാർക്ക് ഇതാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. 50 മാർക്ക് കിടക്കുന്ന ഏരിയ നിങ്ങൾ കണ്ടോ?
ഏറ്റവും പ്രധാന ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നതാണ്. മറ്റെന്ത് തന്നെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാലും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ 50 മാർക്കാണ്. ഈ 50 മാർക്കിൽ നിങ്ങൾ നേടുന്ന മാർക്ക് ആണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ റാങ്ക് ഉയർത്തുന്നതിലേക്കും നിങ്ങളുടെ ജോലി സ്ഥിരത ഉറപ്പാക്കുന്നതിലേക്കും എത്തിക്കുന്നത്. ഒന്ന്, ഈ 50-ൽ നിങ്ങൾക്ക് 45 അല്ലെങ്കിൽ 40+ വാങ്ങിക്കാൻ കഴിയണം. ഏറ്റവും കുറഞ്ഞത് 40+ വാങ്ങിക്കാൻ കഴിയണം. 40-ന് മുകളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കണം. കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനം PYQ ആണ്. നമ്മൾ പറയുന്നുണ്ട് PYQ തന്നെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഓരോ സിലബസും കൃത്യമായി പഠിച്ചു പോകാം. അതായത് ആദ്യം തന്നെ ചരിത്രമാണ്. 5 മാർക്കിനാണ് കേരളവും ഇന്ത്യയും വേൾഡും. അതായത് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി 3 ഭാഗം 5 മാർക്ക്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് യൂറോപ്യന്മാരുടെ വരവ് കൃത്യമായി ഒരു ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചേക്കുക. യൂറോപ്യന്മാരുടെ വരവ് നിങ്ങൾ പഠിക്കണം. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അവിടെ പഠിച്ചു വെച്ചേക്കുക. ഐക്യ കേരള പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യ കേരള പ്രസ്ഥാനം നമുക്കത് എന്താണ് മാർക്ക് ചെയ്ത് പോകാം. ഓക്കെ, അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് പോകാം. ഓക്കെ, ഐക്യ കേരള പ്രസ്ഥാനം, അതുപോലെ യൂറോപ്യന്മാരുടെ വരവ് നിങ്ങൾ അവിടെ പഠിച്ചു വെക്കുക. പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളും ആ ഏരിയയിൽ പഠിക്കണം. പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതുപോലെ വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, പിന്നെ വിദേശ നയം കൂടി അവിടെ പഠിച്ചു നോക്കി. ഇത്രയും കാര്യങ്ങൾ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവും അവിടെ ഒന്ന് പഠിക്കണം. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമാണ് അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് 5 മാർക്കിന്റെ ചരിത്രം. ഈ ഒരു ഏരിയ കൃത്യമായി പഠിച്ചിട്ട് പോകുക. 5 മാർക്ക് നമുക്ക് ഈ ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഏരിയ ആണ് ഇത്. ഇതിലൊക്കെ പലതും നമുക്ക് എന്താണ് SCRT മാത്രം മതി. ഭൂമിശാസ്ത്രത്തിലേക്ക് വന്നാൽ നിങ്ങൾ നോക്കുക, ഏറ്റവും പ്രധാനം എന്താണ്? ഭൂമിയുടെ ഘടനയാണ്. ഭൂമിയുടെ ഘടന ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷ മർദ്ദവും കാറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. താപനിലയും ഋതുക്കളും, പിന്നെ ആഗോളതാപനം, ഇവിടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചേക്കുക. പിന്നെ മാപ്പുകൾ പലപ്പോഴും ചെറിയ രീതിയിൽ ചോദിക്കുന്ന മാപ്പുകളും പഠിച്ചേക്കുക. രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് ഉത്തരപർവ്വത മേഖല, നദികള്, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇത് പഠിക്കുക. പിന്നെ ധാതുക്കളും വ്യവസായവും ഒന്ന് പഠിച്ചു വച്ചേക്കുക. പ്രധാനമായും വരുന്നത് ഗതാഗതം, ജലഗതാഗതമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അതൊന്ന് കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കുക. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ നദികളും കാലാവസ്ഥയും പഠിച്ചു വെക്കണം. പിന്നെ ധാതുക്കളും വ്യവസായവും വന്യജീവി പഠിക്കുക. കൃഷിയും ഗവേഷണ സ്ഥാപനം, അതിൽ നിന്നൊക്കെ ഒരു ചോദ്യമൊക്കെ നമുക്ക് പലപ്പോഴും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ജല റെയിൽ വ്യോമഗതാഗതങ്ങളും അവിടെ പഠിക്കുക. കേരളം കുറച്ച് പ്രാധാന്യത്തോടെ പഠിക്കുക. ചോദ്യം ചിലപ്പോൾ 1-2 ചോദിക്കും, എന്നാലും മുകളിൽ നിന്നാണ് ഭൂമിശാസ്ത്രം. ഇവിടെയാണ് കൂടുതൽ ചോദ്യങ്ങളും വരുന്നത്. പിന്നെ നിങ്ങൾ എക്കണോമിക്സ് 5 മാർക്കാണ്. 5 മാർക്ക്. പഞ്ചവത്സര പദ്ധതി ഉറപ്പായ ടോപ്പിക്കാണ്. നീതി ആയോഗ് ഉറപ്പായിട്ടും പഠിക്കുക. ഹരിത വിപ്ലവം അങ്ങ് പഠിച്ചേക്കുക. ഉറപ്പായിട്ടും അവിടെ ഹരിത വിപ്ലവവും ചോദിക്കും. ഓക്കെ, കാർഷിക വിളകളും പഠിക്കുക. കാർഷിക വിളകളും അവിടെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. ബാക്കിയെല്ലാം പഠിക്കണം. നവസാമ്പത്തിക പരിഷ്കാരത്തൊക്കെ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. പക്ഷെ പഞ്ചവത്സര പദ്ധതി, നീതി ആയോഗ്, കാർഷിക വിളകൾ, ഹരിത വിപ്ലവം, പിന്നെ അതിൽ ധാതുക്കൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് ചേർത്ത് പഠിച്ചേക്ക്. ഇത്രയും 5 മാർക്കിന്റെ ധനതത്വശാസ്ത്രം. ഭരണഘടനയിലേക്ക് വന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഏറ്റവും പ്രധാനം. പിന്നെ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഇത് മൂന്നും എപ്പോഴും ചോദ്യങ്ങളുണ്ട്. അതായത് 3 ചോദ്യങ്ങൾ അവിടെ ഉറപ്പിക്കാം. അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ ഒരു ചോദ്യം ഉറപ്പിക്കാം, നിർദ്ദേശക തത്വങ്ങളിൽ നിന്നോ മൗലിക കടമകളിൽ നിന്നോ ഒരു ചോദ്യം ഉറപ്പിക്കാം. 2 ചോദ്യം അവിടെ വന്നു. ഭരണഘടനാ നിർമ്മാണ സമിതി ഒരു ചോദ്യം, 3 ചോദ്യമായി. പിന്നെ വരുന്നത് ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതികൾ നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 42, 44, 52, 73, 74, 86, 91 ഇങ്ങനെയുള്ള 7 ഭരണഘടനാ ഭേദഗതികൾ പ്രധാനമായും തന്നിട്ടുണ്ട്. ആ 7 ആദ്യം പഠിക്കുക. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ നോക്കി പഠിക്കുക. പിന്നെ ലിസ്റ്റ് ആണ് ഇവിടെ. പിന്നെയുള്ളത് ലിസ്റ്റ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ലിസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കുക. അതിനുശേഷം മറ്റു കാര്യങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, സംസ്ഥാന സിവിൽ സർവീസ്, ഒരു ചോദ്യം നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരും.
തണ്ണീർത്തട സംരക്ഷണത്തിൽ നിന്നും പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വരുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട തൊഴിൽ പദ്ധതികൾ പഠിക്കുക. കാരണം നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരൊക്കെ മാറിയിട്ടുണ്ട്, അത് ചിലപ്പോൾ അവിടെ കയറി വരും, അതൊന്ന് നോക്കുക. ഓക്കെ, ഇതാണ്. പിന്നെ ഭൂപരിഷ്കരണം ഒതുക്കി ഒന്ന് ജസ്റ്റ് ഒരു പോയിന്റായി പഠിക്കുക. ഓക്കെ, അതിൽ നിന്നും ചോദ്യങ്ങൾ. പിന്നെ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം പറയുന്നുണ്ട്, അതിലും നമുക്ക് പ്രധാന നിയമങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ട്, അതവിടെ പഠിച്ചാൽ മതി. പിന്നെ ഇതാ വളരെ പ്രധാനപ്പെട്ട 6 മാർക്കിന്റെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. ഇവിടെ പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനം ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, ജീവിതശൈലി രോഗങ്ങൾ, പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്ന 4 ഏരിയയാണ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ ഉറപ്പായിട്ടും വരും. പിന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്, പക്ഷേ ഈ ഹോട്ട് ടോപ്പിക്സ് കൊടുക്കേണ്ടത് ഇതിനാണ്. അടുത്ത ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത് 3 മാർക്കാണ്. അതിൽ നമുക്ക് ഈ ചലനത്തിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, പ്രകാശത്തിന്ന് പ്രതീക്ഷിക്കാം. പലപ്പോഴും അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. പിന്നെ ഇപ്പൊ താപവും ഒരു പ്രധാന ഏരിയ ആയിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു പോവുക. രസതന്ത്രത്തിൽ വളരെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് മൂലകങ്ങളും ആവർത്തന പട്ടികയും പഠിച്ചു പോവുക. ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും ഇവിടെ പഠിക്കണം. പിന്നെ നമുക്ക് ഇവിടെ ചിലപ്പോൾ നമുക്കൊരു pH മൂല്യം ചിലപ്പോൾ ചോദിച്ചു കാണുന്നുണ്ട്, അതൊന്ന് പഠിച്ചേക്ക്. അതുപോലെ അലോഹങ്ങളും ലോഹസങ്കരങ്ങളും പഠിക്കുക. ഓക്കെ, പിന്നെ കലാ, കായികം, സാഹിത്യ, സംസ്കാരം. ഇവിടെ പ്രശസ്തരായ എഴുത്തുകാർ, കലാകാരന്മാരാണ്. അതായത് അങ്ങനത്തെ ആ കാര്യങ്ങൾ നമ്മുടെ എഴുത്തുകാരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കറന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇവിടെ അതാണ് പഠിക്കാനുള്ളത്. പിന്നെ കായിക രംഗത്ത് ഈ ഒരു ഏരിയ, കായിക രംഗത്ത് പ്രത്യേക മുദ്ര പതിച്ച ഇന്ത്യയിലെയും ലോകത്തിലെയും കേരളത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ ഡീറ്റെയിൽസ് നോക്കുക. പിന്നെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളും പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന ആളുകൾ, ട്രോഫികൾ. ഇവിടെ ഇത്രയും കാര്യങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ നോക്കിപ്പോയാൽ മതി. ഒളിമ്പിക്സിലെ ലേറ്റസ്റ്റ് അതിൽ ഇന്ത്യയുടെ പ്രകടനങ്ങൾ മാത്രം അവിടെ കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കുക. പിന്നെ 7ാമത്തെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ, കോമൺവെൽത്ത് ഗെയിംസ്, ഇവിടെയൊക്കെ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, അതുപോലെ വേദികൾ എവിടെയാണ്, ഏത് വർഷമാണ് എന്നുള്ളത് കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ചെയ്ത് പഠിച്ചു പോവുക. പിന്നെ രാജ്യത്തിന്റെ കായിക വിനോദം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ഇവിടെ എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കൃതികൾ, കഥാപാത്രങ്ങൾ, ഈ കാര്യങ്ങൾ ഇവിടെ നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, എഴുത്തുകാർ, അവരുടെ കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, ഇത്രയാണ് ഇവിടെ പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, ഇവിടെ സാഹിത്യത്തിൽ നോക്കാനുള്ളത് അതാണ്. സംസ്കാരത്തിൽ പ്രധാന ആഘോഷങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും മാത്രം നോക്കിയായി. പ്രധാന ഉത്സവങ്ങളും ആഘോഷങ്ങളും മാത്രം ഒന്ന് പ്രാധാന്യത്തോടെ പഠിച്ചു പോവുക. സംസ്കാരത്തിൽ അവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട്, ഔട്ട്പുട്ട് മെമ്മറി ഡിവൈസ്, ഹാർഡ്വെയർ, ജസ്റ്റ് ഈ ഒരു ഏരിയ ഒന്ന് പഠിക്കുക. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം, നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ സൈബർ ക്രൈം ഇപ്പം അങ്ങനെ ചോദിച്ചു കാണുന്നില്ല, എന്നാലും ഒരു ചോദ്യം വന്നാലായി. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇവിടെ മുകളിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജും ഒന്ന് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ, സുപ്രധാന നിയമങ്ങൾ 5 മാർക്കാണ്. നമ്മുടെ വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പഠിക്കണം, ഇതിലൊന്നും ഒഴിവാക്കാനില്ല എന്നതാണ്, പഠിച്ചേക്കണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉറപ്പായിട്ടും ചോദിക്കും, ഈ 2 എണ്ണം ഉറപ്പാണ്. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പോക്സോയിൽ നിന്ന് ചോദ്യങ്ങൾ വരും. പോക്സോ 2012 ചോദ്യങ്ങൾ വരും, ഉറപ്പായിട്ട് പഠിച്ചു വച്ചേക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇത് അത് പഠിച്ചു നോക്കി, പറയുന്ന പോയിന്റ് പഠിക്കുക. പിന്നെയുള്ളത് നമുക്ക് പഠിക്കാനുള്ളത് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഫോർ വുമൺ ആണ്, അത് പഠിക്കുക. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ ജസ്റ്റ് കാര്യങ്ങളൊന്നും എന്തൊക്കെയാണ് എന്ന് പഠിച്ചു പോവുക. ഇതാണ് ഇവിടെ പഠിക്കാനുള്ളത്. പിന്നെ ഇതാ നമ്മുടെ ആനുകാലികം 20 മാർക്കിന്റെ ആനുകാലികങ്ങളാണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനില്ല, നമുക്ക് പേനയൊന്ന് മാറ്റാം. നമുക്ക് പേനയൊന്ന് മാറ്റിയിട്ട് വരാം. ഇവിടെ നിങ്ങൾ നോക്കുക 20 മാർക്കിന്റെ ആനുകാലികമാണ്. നിങ്ങൾ 2024 വളരെ പ്രധാനപ്പെട്ട ആനുകാലികങ്ങൾ, 2025 2026 പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ് വരെയുള്ള വസ്തുതകളും ഇവിടെ പഠിച്ചു പോയേ പറ്റൂ. ഈ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 20 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. അതിൻ്റെ ഒരുപാട് നോട്ടുകളും ക്ലാസ്സുകളും നമ്മൾ ഇതിലൂടെ ഫ്രീ ആയിട്ട് തരും.
ഓക്കെ, കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഈ ആനുകാലികത്തിൽ 20 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. പിന്നെയാണ് നമ്മുടെ 10 മാർക്കിൻ്റെ ലഘുഗണിതം, മാനസിക ശേഷിയും, നിരീക്ഷണ പാഠവും പരിശോധനയും. അതിൽ 5 മാർക്ക് ഗണിതമാണ്. അതിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, അതുപോലെ സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ, പ്രോഗ്രഷനുകൾ. ഇത്രയാണ്. 12 ഏരിയ ഉണ്ട്. 12 ഏരിയയിൽ എപ്പോഴും ചോദ്യം വരുന്നത് ശരാശരിയിൽ നിന്നൊരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. സമയം ദൂരം അല്ലെങ്കിൽ സമയം പ്രവൃത്തി രണ്ടിൽ നിന്നും ഒരു ചോദ്യം, ലാഭവും നഷ്ടവും ഒരു ചോദ്യം, ശതമാനം ഒരു ചോദ്യം, പിന്നെ ഇതാ ഇതിൽ നിന്ന് ഒരു ചോദ്യം, ഇത് രണ്ടിൽ നിന്ന് ഒരു ചോദ്യം ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ കൃത്യംഗങ്ങളിൽ നിന്നൊരു ചോദ്യം. ഇങ്ങനെയാണ് കൂടുതലും കണ്ടുവരുന്നത്. ഓക്കെ, സാധാരണ പലിശയും കൂട്ടുപലിശയും അങ്ങനെ. ഇത് 5 മാർക്കേ ഉള്ളൂ. അപ്പൊ ഇതിൽ പലപ്പോഴും ചിലത് ചോദിക്കും, ചിലത് ചോദിക്കില്ല. അങ്ങനെയാണ്. ചിലപ്പോൾ ശരാശരി ഒഴിവാക്കിയിട്ട് സാധാരണ പലിശയും കൂട്ടുപലിശയും ചോദിക്കും. ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ എന്ത് ചെയ്യും, കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കുക. പിന്നെ മാനസിക ശേഷി, നിരീക്ഷണ പാഠവും പരിശോധനയും 5 മാർക്കാണ്. ഇവിടെ നിങ്ങൾ കൃത്യമായി ക്ലോക്കിലെ സമയവും ആ ഒരു സംഭവം അത് ഉറപ്പായിട്ട് ചോദിക്കും. കലണ്ടർ ചോദിക്കും, ദിശാബോധം ചോദിക്കും, അതുപോലെ സ്ഥാനനിർണയം ചോദിക്കും. പിന്നെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകളും അതൊക്കെ, കുടുംബ ബന്ധങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള, കുടുംബ ബന്ധങ്ങൾ, ഇന്നയാളുടെ ഫോട്ടോ ഉണ്ട്, ഇന്നയാളുടെ മകളുടെ മകനാണ് എങ്കിൽ ഞാൻ ആര്, അങ്ങനെയുള്ള ചോദ്യങ്ങളില്ലേ, അങ്ങനെയുള്ളതും ചോദിക്കും. ഇതാണ് ഇവിടെ പഠിച്ചു പോകാനുള്ളത്, പ്രാധാന്യത്തോടെ പഠിച്ചു പോകാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ഏരിയ ആണ് നമുക്ക് ഇവിടെ പഠിച്ചു പോകാനുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഇവിടെ മിസ്സായിട്ടുണ്ട്. ഓക്കെ, ഇംഗ്ലീഷും മലയാളവും നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇംഗ്ലീഷും മലയാളമാണ് കൊടുക്കാത്തത്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് എന്താണ് സാധാരണ രീതിയിൽ പരീക്ഷകളുടെ ചോദ്യങ്ങളാണ് വരുന്നത്, അതുകൂടി എടുത്ത് വെച്ച് പഠിച്ചേക്കുക. മലയാളത്തിൽ നമുക്കറിയാലോ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കുക, ഇംഗ്ലീഷും മലയാളവും. ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് SCRT ആണ്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT നിങ്ങൾ ഉറപ്പായിട്ട് നോക്കുക. അത് പഴയ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളും നോക്കണം. പഴയ ടെക്സ്റ്റ് ബുക്കുകളും പുതിയ ടെക്സ്റ്റ് ബുക്കുകളും. SCRTയിൽ നിന്ന് നമുക്ക് ഒരു 30 ചോദ്യം ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷിക്കാൻ പറ്റും. SCRTയിൽ നിന്ന് നമുക്ക് GK ആൻഡ് സയൻസ്, GKയും സയൻസിൽ നിന്നുമായിട്ട് ഒരു 30 മുതൽ 40 വരെ, 30 മുതൽ 40 വരെ ഏറ്റവും കുറഞ്ഞത് 30 മാർക്ക് SCRT എന്ന് മാത്രമായിട്ട് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. പിന്നെ PYQ ആണ്, വരുന്ന ട്രെൻഡുകൾ എങ്ങനെയാണെന്നും. 2021 25 വരെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നിങ്ങൾ നോക്കുക, 2023 മുതൽ 25 ഡിസംബർ വരെ ഇപ്പോൾ പരീക്ഷ നടന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യുക. 2025 മുതൽ അങ്ങോട്ട് പുറകോട്ട് പോവുക. അങ്ങനെ ആ 25 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്, സ്ഥിരമായി ആവർത്തിച്ച് വന്നിരിക്കുന്ന ഏരിയ ഏതാണ്. ഇങ്ങനെ ആ ഏരിയ കണ്ടെത്തി അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താണ് കുറച്ച് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ദിവസേന പ്രാക്ടീസ് ചെയ്യുക. ദിവസേന ഒരു 5ഓ 10ഓ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷും അതുപോലെ തന്നെ. മലയാളവും ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ എന്താണ് വിപരീത പദമായാലും അല്ലെങ്കിൽ പര്യായങ്ങളായാലും അല്ലെങ്കിൽ സമാന അർത്ഥങ്ങളുള്ള പദങ്ങളായാലും ഒക്കെ കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. കൃതികൾ, എഴുത്തുകൾ, കഥാപാത്രങ്ങളൊക്കെ പഠിച്ചു പോവുക. അങ്ങനെ അത് ഡെയിലി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 45 മിനിറ്റ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം വിനിയോഗിക്കണം. അതായത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം 45 മിനിറ്റും, അതുപോലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി മാത്രം നിങ്ങളൊരു അരമണിക്കൂറും കൊടുക്കണം. കറണ്ട് അഫയേഴ്സിന് ഒരു അരമണിക്കൂർ, പ്രാക്ടീസ് ചെയ്യുക 45 മിനിറ്റ്. ഇതെപ്പോഴും നിങ്ങൾ മാറ്റി വെച്ചിരിക്കണം. ഇത് ഡെയിലി ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം പോലും ഇതിന് മുടക്കം വരാൻ പാടില്ല. ഞായറാഴ്ച ആണെങ്കിൽ പോലും, റിവിഷൻ ഡേ ആണെങ്കിൽ പോലും അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചു പോകണം, പ്രാക്ടീസ് ചെയ്ത് പോകണം. അതുപോലെ ഏറ്റവും കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചിലവാക്കണം. നിങ്ങൾക്ക് 4 മണിക്കൂർ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. രാവിലെ 2 മണിക്കൂർ, രാത്രി 2 മണിക്കൂർ, അല്ലെങ്കിൽ ഉച്ചക്ക് 2 മണിക്കൂർ എന്നൊക്കെ പഠിക്കാം. പിന്നെ നിർബന്ധമായും ചെയ്യേണ്ടത് ഈ PYQ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കുക മാത്രം പോരാ. നിങ്ങൾ 2 മണി മുതൽ 3:15 വരെ, അല്ലെങ്കിൽ ഒരു 3:30 വരെ, 3:30 ആയിക്കോട്ടെ, അതായത് 2 മണി മുതൽ 2 PM മുതൽ 3:30 PM വരെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു PYQ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരു PYQ എടുത്തിട്ട് 2 മണി മുതൽ 3:30, നമ്മുടെ PSCയുടെ സമയം എങ്ങനെയാണോ അത് പറയാം. 2 മണിക്കാണ് കേരള PSC പരീക്ഷ തുടങ്ങുക. ആ പരീക്ഷ തുടങ്ങുന്നത് 2 മണി മുതൽ 3:30 വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു PYQ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നെഗറ്റീവ് മാർക്ക് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അറിയാവുന്ന കാര്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക.
അങ്ങനെയും എന്താണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു എക്സാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഇതിനെല്ലാം കൂടി നിങ്ങൾക്ക് ഒരു 100 ദിവസം മതി. നിങ്ങൾ നോക്കുക, ഈ സിലബസ് എല്ലാം നമുക്ക് ഏറ്റവും ആദ്യത്തെ ഇതിലേക്ക് പോകാം. ഓക്കെ, ഈ സിലബസ് എല്ലാം കൂടി പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് 100 ദിവസം മതി. ഓരോ ദിവസവും ഓരോ ഏരിയ. ഇപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഇതിൽ നിന്ന് 2 3 ചാപ്റ്റർ പഠിക്കാൻ പറ്റും. അതുപോലെ ജോഗ്രഫി പഠിക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങളൊരു 100 ദിവസത്തെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ഇവിടെ ഉണ്ടാക്കണം. 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇവിടെ ഉണ്ടാക്കുക. ആ സ്റ്റഡി പ്ലാൻ പ്രകാരം 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഉണ്ടാക്കേണ്ടത്. അത് 100 ദിവസം എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താണ് 3 മാസത്തെ ഇതാക്കാം. 3 മാസവും ബാക്കി 10 ദിവസം നിങ്ങൾക്ക് റിവിഷനിൽ മറ്റെന്തെങ്കിലും ആയിട്ട് വിട്ടുപോകുന്നുണ്ടാവുമല്ലോ. അങ്ങനെ 3 മാസത്തേക്ക് ഏതൊക്കെ പഠിക്കണം, 4 മാസം അതുപോലെ 3 മാസത്തേക്ക് ഉള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. അതിൽ ഒരു മാസം 4 ആഴ്ച എന്ന രീതിയിൽ കവർ ചെയ്യുക. 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം പഠനം, ഒരു ദിവസം റിവിഷനും പിറ്റേ ദിവസം എക്സാമും, റിവിഷൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ 6 ദിവസം പഠിക്കുക, ഒരു ദിവസം റിവിഷന് വേണ്ടി കൊടുക്കുക, മുഴുവനായിട്ട് റിവിഷൻ ചെയ്യുക, അങ്ങനെ പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ 100 ദിവസം കൊണ്ട് നിങ്ങൾ എക്സ്പേർട്ട് ആകും. അതിനുശേഷം വരുന്ന ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അതല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ഓൾറെഡി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റും മോഡൽ ടെസ്റ്റും എഴുതാം. മോക്ക് ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ വരും. ഒരുപാട് ടെലഗ്രാം ചാനലുകളിൽ മോക്ക് ടെസ്റ്റുകളുണ്ട്. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള പല മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസ് ഒക്കെ നമുക്ക് കിട്ടും. അതൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൽ എക്സ്പേർട്ടായി മാറുക. ഇത്രയും കാര്യങ്ങൾ ഒരു 100 ദിവസം കൊണ്ട് നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആകും, ഉറപ്പാണ്. 100 ദിവസം ഇത് നിങ്ങൾ കൃത്യമായി തുടർന്നു പോയാൽ ഈ SCRT പഠിക്കുകയും PYQ എന്താണ് പ്രാക്ടീസ് ചെയ്യുകയും മെം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ 100ാമത്തെ ദിവസം നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കുമെന്ന് ഉറപ്പാണ്. 100 ദിവസം ഒന്നും വേണ്ട, ഒരു 2 മാസമാകുമ്പോഴത്തേക്ക് ഏകദേശം എന്താണ് 45 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ അവിടെ സെറ്റ് ആകും. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്നല്ലെങ്കിൽ എല്ലാം അറിയാമെന്ന ചിന്തയൊക്കെ മാറും. അവിടെ നിങ്ങൾ സെറ്റ് ആകും, ഉറപ്പാണ്. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയുമാണ്. ഇനി നമ്മുടെ 2 ബാച്ചാണ്, അതായത് VFAക്കും വെബ്കോയ്ക്കും വേണ്ടി നമ്മൾ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. 15ാം തീയതി മുതൽ ആരംഭിച്ച ഒരു ബാച്ചാണ്. 699 രൂപയുടെ ഈ ഒരു ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് 599 രൂപ വരെയുള്ളൂ. റിപ്പബ്ലിക് ഓഫറായിട്ട് 27ാം തീയതി വരെയാണ് നമുക്ക് 599 എന്ന് പറയുന്ന ഓഫർ. അപ്പൊ അതായത് നമ്മൾ സിലബസ് അറിഞ്ഞ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ സർക്കാർ ജോലി നമുക്ക് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. ഇതിൽ നമ്മുടെ ഫെസിലിറ്റി എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. PDF പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ടാണ്. SCRT ക്ലാസ്സുകൾ കിട്ടും. മോഡൽ എക്സാം, റിവിഷൻ എക്സാം, ടോപ്പിക് വൈസ് എക്സാം ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഒക്കെ നിങ്ങൾക്ക് ഫുൾ ടൈം ഇവിടെ ലഭിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് ബൈ CEE എന്ന് നിങ്ങൾക്ക് എന്താണ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്യാനോ സാധിക്കുന്നതാണ്. അതുപോലെയാണ് നമുക്ക് കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് നമുക്ക് പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കമ്പനി ബോർഡ് LGSന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രിലിംസും മെയിൻസും ആണ്. വെബ്കോയ്ക്ക് പ്രിലിംസും മെയിൻസും ഉണ്ട്. VFAക്കാണ് ഒറ്റ പരീക്ഷ. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച്. ഇവിടെ 650 രൂപയാണ് നമുക്ക് ഫീസ് വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ് റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്, പ്രിന്റബിൾ PDF നോട്ട് ഉണ്ട്, PYQ സെഷൻസ്. അത് നമുക്ക് വെബ്കോയിലും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ SCRT പഴയതും പുതിയതും നമ്മൾ പഠിക്കും. ടോപ്പിക് വൈസ് എക്സാം, റിവിഷൻ എക്സാം, മോഡൽ എക്സാം ഒക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് മാസ്റ്റർ ക്ലാസ് ബൈ CE എന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ ആപ്പ് ലഭ്യമാണ്. ആ ആപ്പിൽ കയറി നിങ്ങൾക്ക് എന്താണ് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങിക്കോളാം. ഇനി ഒരുപാട് സമയമൊന്നുമില്ല. കൃത്യമായ രീതിയിൽ എന്താണ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. അതായത് എന്താണ് സ്റ്റഡി റിവൈസ് പ്രാക്ടീസ്. അതായത് പഠിക്കുക, റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, പ്രാക്ടീസ്. ഇതായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, താല്പര്യമുള്ള ആളുകൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അല്ലാത്തവർ കൃത്യമായി പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ കൃത്യമായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയി തന്നെ ഇരിക്കുക. അതായത് ഒന്നും അറിയില്ല എന്ന് പറയരുത്. നമുക്ക് അറിവുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ അറിവുണ്ട്. എല്ലാം അറിയാമെന്ന് പറയുന്നില്ല, എങ്കിൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാമെന്ന് തന്നെ ഉറപ്പിച്ച് പറയണം. അതിനു വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കുക. ഓക്കെ, മറ്റ് നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് അല്ലെങ്കിൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.